കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും അങ്ങനെ വിളിക്കാം. 04238249 എന്നുള്ള നമ്പറിലേക്ക്. പല ആളുകളും നാട്ടിലാണ്, പല ആളുകളും തിരിച്ചെത്തിയിട്ടുണ്ട്, പല ആളുകളും വെക്കേഷൻ ഈ നമ്മുടെ സ്കൂൾ വെക്കേഷന് ശേഷം പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ വീട്ടിലുള്ള ആൾക്കാരുണ്ട്, ഫാമിലി അല്ലാത്ത ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എങ്ങനെയുള്ള ആൾക്കാർക്കും വിളിക്കാം, വിളിച്ചുകൊണ്ടേയിരിക്കാം. 04238249 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പിന്നിൽ കാണുന്ന അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾ ഓരോന്ന് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കുന്ന അക്ഷരങ്ങളിൽ വരുന്ന ഗെയിം എന്താണോ ആ ഗെയിമായിരിക്കും നിങ്ങൾക്ക് കളിക്കാനായിട്ട് തരുന്നുണ്ടാവുക. ആ ഗെയിമായിരിക്കും നിങ്ങൾ കളിക്കേണ്ടി വരിക. ആ ഗെയിമിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ആ ഗെയിമിലൂടെ നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന സമ്മാനങ്ങൾ ഇതാണ്. ഒരാൾക്ക് ഒരു സമ്മാനം ഇതായിരിക്കും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. ഒരു സമ്മാനം എന്ന് പറയുന്നത് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന 100 dirhamsന്റെ ഒരു വൗച്ചർ സമ്മാനമായിട്ട് കിട്ടും. ലേഡീസ് സലൂണാണ്. ഇനി അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉജാല നൽകുന്ന ഒരു ഗിഫ്റ്റ് ആമ്പർ സമ്മാനമായിട്ട് കിട്ടും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിനകത്ത് കൂടി തന്നെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമ്മാനമാണ് കാലിക്കറ്റ് ജംഗ്ഷൻ. ഇനി ആരും അത് ഓപ്പൺ ചെയ്തില്ല എങ്കിൽ കാലിക്കറ്റ് ജംഗ്ഷൻ്റെ സമ്മാനം ഞാൻ ഇതിലൂടെ നെറുക്കെടുത്തോ അല്ലെങ്കിൽ അല്ലാതെയോ നിങ്ങൾക്ക് ഒരാൾക്ക് സമ്മാനമായിട്ട് തരും. ഇതിന് പുറമെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് 2 പേർക്കുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും. അത് ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം, ശങ്കർ ചിത്രമായ ഇന്ത്യൻ 2, കമലഹാസന്റെ ഇന്ത്യൻ 1-ന് ശേഷം ഇറങ്ങിയ ഇന്ത്യൻ 2 കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് 2 പേർക്കായിരിക്കും സമ്മാനമായിട്ട് തരുന്നുണ്ട്. അതായത് ടോട്ടൽ 4 ടിക്കറ്റ്സ് ആയിരിക്കും ഞാൻ സമ്മാനമായിട്ട് തരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും സമ്മാനങ്ങൾ ഞാൻ തരുന്നുണ്ടാവും. കളിക്കളം പവേർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ. ആൻഡ് നിങ്ങൾക്ക് വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പർ 04238249 എന്നുള്ള നമ്പറിലാണ്. പെട്ടെന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങൾ എടുക്കാം. അക്ഷരങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. ഗെയിമിൽ എന്നെ ഇതിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പിന്നിൽ നിൽക്കുന്നുണ്ട്. നിരഞ്ജേട്ടൻ അവിടെയുണ്ട്, സച്ചുവേട്ടനുണ്ട്, അതുപോലെ തന്നെ നിധിയല്ല, പക്ഷേ എൻ്റെ പേരെന്തായിരുന്നു, എന്തോ ഒരു പേരുണ്ടല്ലോ വൃത്തിയായിട്ട്, നിജിൽ, വൃത്തിയായിട്ട പേര്. അങ്ങനെ ഇത്രയും ആൾക്കാർ എൻ്റെ പിന്നിലുണ്ട്. ആൻഡ് റാഫി ഓൾസോ. ഇത്രയും ആൾക്കാർ എൻ്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. ഒപ്പം തന്നെ എന്നെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബിബി ജോൺ ആൻഡ് നിഷാദ് ക, ഇവരെല്ലാവരെയും ഞാൻ സ്മരിച്ചുകൊണ്ട്, എല്ലാവരെയും ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഷോയിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ ചെറിയതോ വലിയതോ ആയ നിങ്ങൾ ഒരു കുട്ടിയായിക്കോട്ടെ, ആബാലവൃദ്ധം ജനങ്ങളിൽ ആരാണെങ്കിലും, നിങ്ങളൊരു നല്ലൊരു പാട്ടുകാരനാണ്, നിങ്ങളൊരു ഗായകനുണ്ട് എങ്കിൽ, നിങ്ങൾക്കൊരു നല്ല പാട്ട് പാടാനുള്ള കഴിവുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടി നിങ്ങൾക്ക് അയച്ചുകൊണ്ട് ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന പ്രോഗ്രാം, അതിനകത്തേക്ക് നിങ്ങൾക്ക് hello@melodydreams.ae എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളൊരു പാട്ട് പാടി ഗൂഗിൾ ഡ്രൈവ് ചെയ്ത് അതിലേക്ക് സെൻഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ലിങ്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടി വരിക. ആ ലിങ്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും പാട്ടിൽ വേറെ മ്യൂസിക്കോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ ഒന്നും കയറ്റരുത്. നിങ്ങൾ എങ്ങനെയാണോ പാടുന്നത് അതുപോലെ പാടിയിടുക. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാതെ ഒരു സാധാരണ പാട്ട് പാടി അതിനകത്തേക്ക് ഇടുക. അത് മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജിലുള്ള പാട്ടും പാടാം. 2 ടൈപ്പിലുള്ള പാട്ടുകളാണ് നിങ്ങൾ പാടി അയക്കേണ്ടത്. അത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ചെയ്തതിന് ശേഷം അത് ഈ ലിങ്കാണ് ഇതിനകത്തേക്ക് അയക്കേണ്ടത്. hello@melodydreams.ae എന്നുള്ള മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. ആൻഡ് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, അടിച്ച് കയറി വാ എന്ന പരിപാടി. എന്താണ് സംഭവം? സ്പോർട്സ് എപ്പോഴും നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റേണ്ട ഒരു സംഭവമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഫുട്ബോൾ കളി ആരാധകരാണ് മലയാളികൾ. പ്രത്യേകിച്ച് നമ്മൾ ഫുട്ബോളിനോടൊരു വല്ലാത്തൊരു ഇഷ്ടമുള്ള ആൾക്കാരും കൂടിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ ഞാനൊക്കെ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് മിനി സ്റ്റേഡിയം എന്ന് പറയുന്നത്. 7s 11s ഒക്കെ അവിടെ ഉണ്ടാവും. അത് കുട്ടികൾ 4-10 എന്ന് പറഞ്ഞൊരു സംഭവമാണ്. 4-10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-10 ഹൈറ്റാണ്. ആ ഹൈറ്റ് വെച്ചിട്ടുള്ള കുട്ടികളെ വെച്ചിട്ടുള്ള കളി ഉണ്ടാവും. എഡാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊക്കെ കളിക്കാർ വരും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അതുപോലെയുള്ള ഒരു പറ്റം കളിക്കൂട്ടുകാർ, അതായത് ഫുട്ബോൾ കളി പ്രേമികൾ, അവർ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടികൾ UBL ആണ് മീഡിയ പാർട്ണറായിട്ട് വരുന്നത്. അടിച്ച് കയറി വാ. ഇത് നടക്കുന്നത് എവിടെയാണെന്ന് ഞാൻ കാണുന്നില്ല. നിരഞ്ജേട്ട സപ്പോർട്ട് മീ. ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിനകത്താണ് ഇത് നടക്കുന്നുണ്ടാവുക. ആ ഹോൾ 6-നകത്തായിരിക്കും നടക്കുന്നുണ്ടാവുക. ഇതിൻ്റെ ഒരു ഇനോഗ്രേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ 28 ജൂലൈ ആണ് നടക്കുന്നുണ്ടാവുക. അതായത് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം 28 ജൂലൈയിലാണ്. 3 മണിക്ക് വൈകുന്നേരമാണ്. പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക. ഈ ചൂട് സമയത്ത് വേറെ എവിടെയും പോകേണ്ട, നല്ല തണുപ്പിൽ നല്ല ചില്ലായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് പരിപാടി, എങ്ങനെയൊക്കെയാണ് അവരുടെ ഭാവി പരിപാടികൾ. അത്തരം പരിപാടികളെല്ലാം നിങ്ങൾക്ക് അടിച്ച് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഫുട്ബോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നിൽക്കണം. അത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരപ്പെടും. നിരഞ്ജൻ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയുന്നു, നിരഞ്ജനും ഫുട്ബോൾ ടീമിൽ അറ്റൻഡ് ചെയ്യുക. പക്ഷേ നിരഞ്ജൻ എന്ത് വന്നാലും ഗോളി നിൽക്കുള്ളൂ. അതാണ് പ്രശ്നം. എവിടെയും പോകത്തില്ല, അത്ര ചെറിയ സ്ഥലത്തില്ല. ഹലോ ടി വിയിൽ ശ്രദ്ധിക്കരുത്. ആരാണ് ടി വിയിൽ ശ്രദ്ധിക്കേണ്ട? ആരാണിത്? സ്മൃതിയാണ്. സ്മൃതി. ഓക്കെ, ടി വിയിൽ ശ്രദ്ധിക്കണ്ട, നമുക്ക് സംസാരിക്കാം. പക്ഷെ ഏതാണ് അക്ഷരം? ഡി. സ്മൃതി, എന്താണ് ഡി എടുക്കാൻ കാരണം?
ഡി ഒന്നുമില്ല, ABCD D. എ അല്ലേ തുടങ്ങുന്നേ, അപ്പൊ അങ്ങനെയാണ് എ അല്ലേ എടുക്കുക? എനിക്ക് വയ്യ, കുടുങ്ങി. എന്നാ എടുക്ക. ആയിക്കോട്ടെ. കഥ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാല് ഞാനൊരു സിനിമയുടെ കഥ പറയും, ആ അത് ഏത് സിനിമയാണ് എന്ന് കണ്ടുപിടിക്കണം. ആ ആ അയ്യോ, അറിയുന്ന പറയോ? അതിപ്പോ ഞാൻ അറിയുന്ന സിനിമയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഓക്കെ, സിമ്പിൾ സിനിമയാണ് ഇത്. ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിനിമ പറഞ്ഞുതരാം. ഇന്നലെ ഒരു ഓബേബി പറഞ്ഞില്ലായിരുന്നു? ഏതാ? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ക്വസ്റ്റ്യൻ, ഓ ബേബി. കിട്ടിയില്ലായിരുന്നു. അതിനി ഇന്ന് പറയാൻ പറ്റില്ല, വേറെ പറയുള്ളൂ. പറയട്ടെ? റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഒരു ചേട്ടൻ, ആ ചേട്ടൻ ഒരു അനിയത്തി. ഈ ചേട്ടൻ വക്കീലാണ്. അതുപോലെ ഒരു ചേട്ടൻ, ആ ചേട്ടൻ ഒരു അനിയൻ. ഈ അനിയനും ആ അനിയത്തിയും തമ്മിൽ പ്രണയത്തിലാകുന്നു. അവർ രണ്ടുപേരും തമ്മിൽ അഗാധമായ പ്രണയത്തിലാകുന്നു. ഇടയിൽ വെച്ച് ഈ ചേട്ടന്റെ അനിയൻ മരണപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. കൊലപാതകികൾ കൊന്നുകളയുന്നു. അങ്ങനെ സംഭവിച്ചതിന്റെ പേരിൽ ഈ ചേട്ടൻ അനിയനെ കൊന്നവരെ കൊല്ലാനായിട്ട് അതേ നാട്ടിലേക്ക് പോയി അവരെ ശരിയാക്കാൻ വേണ്ടി പോകുന്നു. ഈ സംഭവത്തിന്റെ കേസ് വാദിക്കാൻ വേണ്ടി തന്നെ വരുന്ന ചേട്ടൻ, പെങ്ങളുടെ ചേട്ടൻ. ഇതൊന്നും അറിയാതെയാണ് ചേട്ടൻ അവിടെ എത്തുന്നതും ഈ കേസിന്റെ ഭാഗമാകുന്നതും. അങ്ങനെ നിൽക്കുന്ന ഭയങ്കരമായൊരു കഥ. കിട്ടിയാ? കിട്ടുന്നില്ല. ഓക്കെ, കമ്മോണ പരിപാടി. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇവരിലെ ഓരോരുത്തരെയായി ഈ ചേട്ടൻ, അനിയന്റെ ചേട്ടൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ചേട്ടൻ അങ്ങനെയല്ല, ഒരു കൊലപാതകിയല്ല എന്ന് വാദിച്ച് ഈ ചേട്ടനെ പുറത്തിറക്കുന്നതും ആ അനിയത്തിയുടെ ചേട്ടൻ. കഥയുടെ ട്വിസ്റ്റ് അവിടെയാണ്. അനിയത്തിയുടെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ വക്കീലാണ്, അനിയന്റെ ചേട്ടൻ കോടീശ്വരൻ. ഇത്രയും പറഞ്ഞ ഈ സിനിമ കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഇവരൊരു വലിയ തറവാട്ടിലാണ് ഈ കൊലപാതകികളെല്ലാം താമസിക്കുന്നത്. സമയം കഴിയാറായി. ഈസ് എ റൈറ്റ് ആൻസർ. 2020 തന്നെയാണ്. ഭാവനയുടെ ചേട്ടൻ മമ്മൂട്ടി, ദിലീപിന്റെ ചേട്ടൻ മോഹൻലാൽ. ഞാനത് വേറെ രീതിക്ക് കഥ പറഞ്ഞ റൈറ്റ് ആൻസർ ആണ്. എന്തെങ്കിലും വേറെ തെറ്റി പറഞ്ഞിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. 2020 കണ്ടിരുന്നെങ്കിൽ അതിന്റെ കഥ നമുക്ക് വലിയ ഓർമ്മയില്ലേ? ഇല്ല, അതാണ് അന്ന് ആ സിനിമ നമ്മൾ കണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു എന്താ പറയാ, ഓരോ നടന്മാരെ മാത്രം കാണാൻ കണ്ട സിനിമയാണ്. അവരെല്ലാരും, എല്ലാ ഫാൻസും വന്നൊരു സിനിമയായിരുന്നല്ലോ. അതുകൊണ്ട് എന്തായാലും സന്തോഷം. 2020 ഒരു കഥയുണ്ട് എന്ന് ഇപ്പോഴല്ലേ അറിഞ്ഞേ? എന്തായാലും സന്തോഷം. വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുക. ജയിക്കട്ടെ. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കോള് തന്നെ ജയിച്ച് അടിച്ചു കയറി പോയി മക്കളെ. അപ്പൊ ഇനിയിപ്പോ എന്താവും അറിയില്ലടാ. മറ്റേ ഒരൊറ്റ ദിവസം കൊണ്ടാണ് നമ്മള് ഈ പുള്ളിക്കാരൻ അങ്ങ് സ്കോർ ചെയ്തത്. ഹലോ നമസ്കാരം. ആരാ? ബിന്ദു. ബിന്ദു ചേച്ചി, എന്ത് പറ്റി? ഒരു സുഖമില്ലാത്ത പോലെ, എന്തോ ഒരു വയ്യായിക പോലെ? ഒന്നുമില്ല, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം സെറ്റ് അല്ലേ? എന്നാൽ അക്ഷരം പറയൂ നോക്കട്ടെ. ഞാൻ എന്റെ പേരിന്റെ ആയിത്തക്ഷം തന്നെ പറയാം. ബിന്ദു. ബി. യെസ്, എന്റെ ഏടത്തിയമ്മയുടെ പേര് ബിന്ദു എന്നാ. എന്നോട് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് വിന്നർ ആയിരിക്കാണ് കാലിക്കറ്റ് ജംഗ്ഷൻ. സമ്മാനം അടിച്ചിരിക്കുകയാണ്. ഗെയിമില്ല, ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഡയറക്റ്റ് വിന്നർ ആയിരിക്കുന്നു. കാലിക്കറ്റ് ജംഗ്ഷന്റെ സമ്മാനം കിട്ടിയിരിക്കുന്നു. കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയിട്ട് അങ്ങനെ അവിടെ ഡൈനിങ് ഡിന്നർ വൗച്ചർ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. സമ്മാനം കളക്ട് ചെയ്യാനായിട്ട് 800-825-825 എന്നുള്ളത് നമ്മളെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് സമ്മാനം കളക്ട് ചെയ്തോ. താങ്ക് യു. അപ്പൊ അങ്ങനെ രണ്ടാള് വിളിച്ച് രണ്ടാൾക്ക് സമ്മാനം കൊടുത്തു. ഇനി എന്താവും എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാരും അടിച്ചു കയറി വാ. 0423822491. ഹലോ, ആരാണ്? തുളസി. യെസ്, തുളസി. എന്ത് ചെയ്യുന്നു തുളസി? തുളസി ശരിക്കും ആണുങ്ങളെ പേരാണോ പെണ്ണുങ്ങളെ പേരാണോ? രണ്ടാം കൂടുന്നുണ്ട്. തുളസി ദാസ് ഉണ്ട്, ധരനുണ്ട്, അങ്ങനെ അല്ലാതെ ആണുങ്ങൾ. അപ്പൊ ഇതിനെന്താണ് വാലെന്താണ്? തുളസി വാലൊന്നുമില്ല. ധരിയാണോ? അല്ല, ധരൻ ഇട്ട് കഴിഞ്ഞാൽ തുളസി മാത്രമേ ഉള്ളൂ. തുളസി. ഹസ്ബൻഡിന്റെ പേരോ? ഷജിത്ത്. തുളസി ഷജിത്ത്. ഒരു സുഖം കിട്ടുന്നില്ല. തുളസി രാമവർമ്മ. നല്ല രസമുണ്ട്. ഏതാ അക്ഷരം? ഏതാ? എവിടെയാ നാട്ടില്? നാട്ടിൽ കണ്ണൂര്. കണ്ണൂരാണ്. ഏതാ അക്ഷരം? ഏതാ?
ജി. ജി. കണ്ണൂർ എവിടെയാ? കണ്ണൂർ എയർപോർട്ടിന്റെ അടുത്ത്. മൂർക്കം പറമ്പ്. ജി എന്ന അക്ഷരം തിരഞ്ഞെടുക്കുന്നത്. ആ, ജി എന്ന അക്ഷരം എടുത്തിരിക്കുന്നത് മൂർക്കം പറമ്പോ? മൂർക്കം പറമ്പാ? മൂർക്കം പറമ്പല്ല. അവിടെ ഒരുപാട് ആളുണ്ടല്ലോ, ടി വിയിൽ ശ്രദ്ധിക്കണം. ഒരുപാട് ആളുണ്ട്. എടാ ജി ഓപ്പൺ ആക്കടാ. ആ ഓപ്പൺ ആക്കി വന്നു. ഇതെന്താണ്? ഇംഗ്ലീഷ് മീഡിയം ആണ്. എന്താ? ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ. ഓക്കെ. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമാ താരത്തിന്റെ ഇംഗ്ലീഷ് സിനിമാ പേരുകൾ പറയാന്നുള്ളതാണ്. ഇംഗ്ലീഷ് സിനിമ പേര്? അതെ, ഇംഗ്ലീഷ് ടൈറ്റിൽ വരുന്നത്. ഇപ്പൊ നമ്മളിപ്പം മോഹൻലാൽ എന്ന് പറയണ 2020 എന്ന് പറയുന്ന പോലെ. മനസ്സിലായോ? ഇല്ല. ആ ടി വിയുടെ വോളിയം ഒന്ന് കുറക്കാൽ അടുത്ത റൂമിൽ പോവുകയും ചെയ്താൽ ഉപകാരമായിരിക്കും. കുറച്ചോ? ആ ഓക്കെ. അപ്പൊ മനസ്സിലായോ സംഭവം? ഞാനിപ്പോ മോഹൻലാൽ എന്ന് പറയാണ്, മോഹൻലാലിന് 2020 പറയാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് അവരഭിനയിച്ചാൽ മതി. ഏതാ? അവരഭിനയിച്ച് ഇംഗ്ലീഷ് സിനിമ പേര്? ഇംഗ്ലീഷ് മലയാളം സിനിമയായിരിക്കണം, ഇംഗ്ലീഷ് പേരുള്ള. ഫുൾ പേര് ഇംഗ്ലീഷ് മാത്രമായിരിക്കണം. 10 സിനിമകളാണ് പറയേണ്ടത്. 10. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഞാൻ അതിന്റെ സിനിമാ നടന്റെ പേര് ചോദിക്കട്ടെ. നിരഞ്ജോ. എൻ്റെ ദൈവമേ, പണിയാവും. അപ്പൊ ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് പേരുള്ളൊരു നടനെ തന്നെ തരാം. ഇന്നസെന്റ്. വിയറ്റ്നാം കോളനി. വിയറ്റ്നാം കോളനി. ഇറ്റ്സ് ഓക്കെ. 1. ഡോക്ടർ ഇന്നസെന്റ്. ഡോക്ടർ ഇന്നസെന്റ് ആണ് എന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ ആണ് മലയാളമാണ്. ഞാൻ ഒരുവിധം സിനിമയൊക്കെ കാണുന്ന ആളാണ്. എന്നെ അങ്ങനെയൊന്നും പറ്റിക്കാനൊന്നും പറ്റൊന്നുമില്ല. മാത്രമല്ല എന്നെക്കാൾ ബുദ്ധിയാണ് നിരഞ്ജന്. അവൻ അട്ടേറെ കണ്ണുള്ളവൻ, അവനെല്ലാം കണ്ടുപിടിക്കും. ഫോൺ അടിക്കുന്ന. ഹലോ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. റൈറ്റ് ആൻസർ. 2. ഇന്നസെന്റ് അഭിനയിച്ച സിനിമ മോഹൻലാലിന്റെ, മമ്മൂട്ടിന്റെ, സുരേഷ് ഗോപിന്റെ ഒക്കെ പറയാലോ. നമ്പർ 20 മദ്രാസ് മെയിൽ. നമ്പർ 20 മദ്രാസ് മെയിൽ. ഓക്കെ. ഈ 20 റാംജി റാവു സ്പീക്കിംഗ്. ഓക്കെ. 4 പറഞ്ഞില്ലല്ലോ. കിട്ടിയാ? പിന്നെ അവസാന ചിത്രങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കെ. ഇടയിൽ എത്ര സിനിമയുണ്ട്? മമ്മൂട്ടിന്റെ കൂടെയുണ്ട്, മോഹൻലാലിന്റെ കൂടെയുണ്ട്. ആരാ വിളിച്ചോണ്ടിരിക്കണേ? അവിടെ ഹസ്ബൻഡിനോട് ചർച്ച നടക്കുകയാണ്. ഇവിടെ വലിയ രീതിയിൽ ചർച്ച നടക്കുക. ഏതാ സിനിമ? ഇന്നസെന്റിന്റെ സിനിമ കണ്ടുപിടിക്കാനായിട്ട്. ഗോഡ് ഫാദർ. ഓക്കെ. 5. 5 കസിൻ സുബ്രഹ്മല്യവുമായി 6ാമതു മാടിക്കൊണ്ടേൻ. ആരാത്? കളിപ്പാട്ടാണെന്ന് തോന്നുന്നു. സമയം കഴിഞ്ഞു. 5 എണ്ണേ പറയാൻ പറ്റിയിട്ടുള്ളൂ. കുഴപ്പമില്ല, ഒരുപാട് സിനിമകൾ ഇന്നസെന്റിന്റെ പറയാൻ പറ്റുമായിരുന്നു. സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. സാരമില്ല, ഇനി നമുക്ക് അടുത്ത തിങ്കളാഴ്ച കാണാം. തിങ്കളാഴ്ചത്തേക്ക് കുറച്ചും കൂടി പഠിച്ചിട്ടൊക്കെ വാ. കുഴപ്പമില്ല. അങ്ങനെ എല്ലാരും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. ഹലോ. ഹലോ, നമസ്കാരം. ആരാ? ഹെന്ന. ഹെന്ന. അപ്പൊ നമുക്ക് നോക്കാം. ഹെന്നക്ക് ഏത് അക്ഷരം വേണ്ടേ? എ ആയിക്കോട്ടെ. ഹെന്ന ഭയങ്കര സിമ്പിളായിട്ടാ പരിപാടി. എന്നെ ജയിക്കണേന്ന് ഞാനും പ്രാർത്ഥിക്കാം. മധുരം മലയാളം. മലയാളത്തിൽ മാത്രം സംസാരിക്കണം. ഹെന്ന. ഇല്ല, അല്ല, ഉണ്ട്, ഇല്ല എന്നൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. ഇത് ഇന്നലെ മുതലുള്ള പുതിയ നിയമമാണ്. ഉണ്ട്, ഇല്ല, ഇല്ല, അല്ല എന്നുള്ള വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അങ്ങനെ തുടങ്ങുന്നു. 1 വട്ടമൊക്കെ പറയാം, 2 വട്ടമൊക്കെ പറയാം. അത് മാത്രം പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹെന്ന എന്താ ചെയ്യുന്നേ? ഞാൻ വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്. അതെന്താ പറയാ ഒരു മടി പോലെ വീട്ടമ്മയാണെന്ന്? നേരത്തെ വർക്ക് ചെയ്തിരുന്നോ? മലയാളം കിട്ടിയില്ല. നേരത്തെ വർക്ക് ചെയ്തിരുന്നോ? ജോലി ചെയ്തിട്ടുണ്ട്. എന്തിലാ വർക്ക് ചെയ്തിരുന്നത് നേരത്തെ? എന്ത് കമ്പനിയിലാ? സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാല് അതൊരു ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയില? നേഴ്സാണോ? അല്ലല്ല. ഡോക്ടറോ? മരുന്ന് കൊടുക്കുന്ന. മരുന്ന് കൊടുക്കുന്നത്, അതായത് മെഡിക്കലിലാണ് അവിടെ. അപ്പൊ നാട്ടില് ഫാർമസിസ്റ്റ് ആയിരുന്നോ അതോ? ആയിരുന്നു. അപ്പൊ എവിടെയായിരുന്നു നാട്ടില്?
കോഴിക്കോട്. കോഴിക്കോട് എവിടെ? തിരുവണ്ണൂര്. അവര് ഹോസ്പിറ്റലിലായിരുന്നോ വർക്ക് ചെയ്തിരുന്നത് അതോ പുറത്ത് മെഡിക്കൽ സ്റ്റോറിലായിരുന്നോ? ആശുപത്രിക്കകത്തായിരുന്നു വർക്ക് ചെയ്ത്. അതൊക്കെ വിട്ടിട്ടാണ് ഗൾഫിൽ വന്നേ. ഇപ്പൊ എന്താ ഡ്യൂട്ടിക്ക് പോവാത്ത? ഇപ്പൊ അതിനുള്ളത് എഴുതിയിട്ടില്ല. എന്ത് കിട്ടിയില്ല? അതിന് വേണ്ട പരീക്ഷ ഉണ്ട്, അത് എഴുതിയിട്ടില്ല. ഓ എന്താ എഴുതാത്ത? പെട്ടെന്ന് എഴുതു. ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? അവിടെ ഒരു എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭത്തിൽ. ഓ ഹസ്ബൻഡ് ആണോ അവിടെ പ്രോമിറ്റ് ചെയ്യുന്നേ? അതെ. മാറിക്കാൻ പറ. ഇപ്പോഴെങ്കിലും എവിടെയാ പഠിച്ചത്? നിങ്ങൾ രണ്ടും പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ അത് അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും അല്ലേ? അറേഞ്ച്. കുട്ടികൾ എങ്ങനെയാ? അപ്പൊ ഒരാൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പഠിക്കുന്നില്ല. അതെന്താ പഠിക്കാത്ത? പഠിപ്പിക്കണം. അങ്ങനെ പഠിക്കാണ്ടൊന്നും വിടരുത്. 3 വയസ്സായിട്ടുള്ളൂ. 3 വയസ്സായിട്ടുള്ളൂ. അത് പറയണ്ടേ? അപ്പൊ ഹസ്ബൻഡ് അപ്പൊ എങ്ങനെ ഡ്യൂട്ടിക്ക് എപ്പോ പോകും? രാവിലെ പോകും. ഫുഡൊക്കെ റെഡി ആക്കി കൊടുക്കോ? ഭക്ഷണം കൊണ്ടുപോകും. എന്താണ് ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള കറി? ഉപ്പുമാവ്. കറിയില്ലേ? സാമ്പാർ. ശരി, എന്നാലും ജയിച്ച് വയ്ക്കോ. മലയാളത്തിൽ മാത്രം സംസാരിച്ചൊന്നും ആരും ജയിക്കലേ ഇല്ല. അതുവരെ ജയിച്ചു തുടങ്ങി. എന്നാ ജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. എടാ ഇത് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, ആരാ? എന്റെ പേര് അർജുൻ. എന്താ അർജുനെ വിളിച്ചേ? ഗെയിം കളിക്കാൻ. ആണോ? ഒന്ന് അക്ഷരം പറയ്. എം. അർജുൻ എന്നുള്ള പേര് വെച്ചിട്ട് എന്തിനാണ് എം എടുത്തത്? രസം. ആരെയോ പ്രേമിക്കുന്നുണ്ടല്ലോ എം എന്നുള്ള അക്ഷരത്തില്. എന്തോ ഉണ്ട്. എന്താ പരിപാടി? എന്താണ് പരിപാടി? അങ്ങനെ പരിപാടിയൊന്നുമില്ല. അല്ല, ഒന്നും ചെയ്യുന്നില്ലേ? പ്ലസ് 2 ആണെങ്കിൽ 2-1 ആണ്. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് വാക്ക് നമ്മൾ ബാക്കോട്ടാണ്. ഞാനത് മാറ്റിയിട്ടുണ്ട്. 1-2 ആണേ. മുന്നോട്ട് പോകണം. മുന്നോട്ട്. 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയരുത്. 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയണം. 2 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയരുത്. 2 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയണം. 3 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറയരുത്. 3 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറയണം. ഓക്കെ. റെഡി? ടൈം സ്റ്റാർട്ട് നൗ. 21 23 24 4 5 6 7 8 9 10 11 12 13 14. എന്നാ വിടൂലേ? 33 35 36 5 വന്ന് 6 എന്നുള്ളത് വന്നായിരുന്നു. സി പറഞ്ഞിരുന്നു, ഞാൻ വിട്ടു. പക്ഷെ 6 തന്നെ വന്നായിരുന്നു. താങ്ക് യു അർജുൻ. താങ്ക് യു. താങ്ക് യു വെൽക്കോ. തോറ്റു കഴിഞ്ഞാലും താങ്ക് യു വെൽക്കം ഉണ്ടാവും. ഹലോ ഹലോ, ആരാ? ഷൈജു. ഷൈജുവാ? അതെ അതെ. ഷൈജു ഏട്ടൻ എന്താ ചെയ്യുന്നത്? ഷൈജു ഏട്ടാ, ഞാൻ ഇവിടെ ഒരു അക്കൗണ്ട്സ് കമ്പനിയിൽ വർക്ക് ചെയ്യാം. അക്കൗണ്ടിങ്. ഷൈജു ഏട്ടാ, ലൗഡ് സ്പീക്കർ ഒന്ന് കട്ട് ചെയ്ത് ഫോണിൽ ഡയറക്റ്റ് സംസാരിക്കാം. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. എന്നാ പിന്നെ ലൗഡ് സ്പീക്കർ കട്ട് ചെയ്തൂടെ? അത്ര ആളൊന്നും ആവശ്യമില്ല. നമുക്ക് രണ്ടാക്കും മത്സരിക്കാന്ന്. ആരും അറിയില്ല. തോറ്റാ പോട്ടെന്നേ. ഞാൻ എത്ര തോക്കുന്നു. ഓക്കെ. ഏതാ അക്ഷരം? ഏതാ ഷൈജു ഏട്ടാ? ഏതാ അക്ഷരം? ഏതാ എടുക്കുന്നേ? അക്ഷരം കെ എടുക്കാം. ഓക്കെ. ഷൈജു എന്നുള്ള അക്ഷരത്തിന്റെ കെ എടുക്കുന്നു. ഷൈജു ചേട്ടാ എവിടെയാ? നാട്ടിലെവിടെയാ? നാട്ടിലെ വടകര. കാരണം അത് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ഏരിയയിലുള്ള ഒരു പേരാണ് ഈ ഷൈജു. ഞാനിത് ഒരു തൃശ്ശൂരുകാരന് ഷൈജു എന്നുള്ള പേര് കേട്ടിട്ടില്ല. പൊതുവെ കുറവാണ്. അപ്പൊ എന്തായാലും കഥാപാത്രവും സിനിമയും എന്നുള്ള ഗെയിമാണ് വന്നിരിക്കുന്നത്. അതായത് കഥാപാത്രവും സിനിമയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ഡയലോഗ് പറയും. ആദ്യം ഒരു ഡയലോഗ് പറയും, പിന്നെ ഒരു ഡയലോഗ് പറയും. ആദ്യം പറയുന്ന ഡയലോഗ് അതായത് സിനിമയിലെ ഡയലോഗ് ആയിരിക്കും. അത് ഏത് സിനിമയിലാണെന്നും ഏത് നടനാണ് പറഞ്ഞതെന്നും പറയണം. ഏത് സിനിമയും നടനും? അത് ഏത് സിനിമയിലാണ്, ഏത് നടനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയണം. ഓക്കെ. റെഡി അല്ലേ? റെഡിയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് മത്സരിക്കാം. ഞാൻ ഇപ്പൊ ശരിയായി തരാം. ഒരു മിനിറ്റ്, ഞാനത് എടുക്കട്ടെ. അതേതാ സിനിമ? അത് പണിയാവും. നല്ല ഈസിയുള്ള ഡയലോഗ്. അതെ. നിരഞ്ജനൊക്കെ ഭയങ്കര ടഫുള്ള തരുന്ന ആളാ. വൃത്തിയായിട്ട് വെച്ചു. അതെ നിരഞ്ജ അങ്ങനെ വൃത്തിയായിട്ട മനുഷ്യനെന്ന് പറഞ്ഞപ്പോ അതേന്ന്
എനിക്ക് വയ്യ ഇത് ഞാൻ ഓക്കെ ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ ചോദിക്കട്ടെ. 2 ദിവസത്തെ ബന്ധമേ നീയും ഞാൻ തമ്മിലുള്ളൂ എങ്കിൽ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എന്തിനാ നിന്നോട് നിന്നെ നീ എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിനക്ക് ഇവൻ വേണ്ട. പഴയതാ. ഒരു മിനിറ്റ്, നിങ്ങൾ ആദ്യം പറഞ്ഞത് നിരഞ്ജനെ പറ്റി പറഞ്ഞ സത്യമാണ് കേട്ടാ. അതെ സത്യമാണ്, എനിക്കും അറിയാം. ഇത് വല്ലാത്തൊരു ചോദ്യമായിട്ടല്ല. ഇത് സിമ്പിളാണ്, പക്ഷെ ഇത് ഞാൻ അവരോടന്നെ ചോദിച്ചത് എനക്കറിയില്ല. ഇത് പറയാണ് സ്പെഷ്യൽ പ്രൈസ് തരുമെന്ന്. അതെ, ക്ലൂ കൊണ്ടാണ്. ഇത് ക്ലൂ എന്ന് പറഞ്ഞാൽ പുതിയ സിനിമയാണ്. പുതിയ സിനിമയാണോ? പറയാൻ പറ്റുമോ? റിപ്പീറ്റ് ആക്കാൻ പറ്റുമോ? പറഞ്ഞുതരാം. 2 ദിവസത്തെ ബന്ധമേ ഞാനും നീയും തമ്മിലുള്ളൂ. ഇപ്പോൾ എന്തിനാണ് നിന്നെ ഞാൻ നീ എന്ന് വിളിക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നു നിനക്ക് ഇവൻ വേണ്ട. ഒരു റെസ്റ്റോറന്റിൽ വെച്ച് പറയുന്ന ചാറപറ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പുതിയ സിനിമയാ, അത്യാവശ്യം പുതിയ സിനിമയാ, നല്ല സിനിമയാ. നമ്മളെ സുലേഖ മനസ്സിൽ അതില് അടുത്തെത്തി. സുലേഖ മനസ്സിൽ സിനിമേന്റെ പേരല്ലേ? സിനിമേന്റെ പേര് ശരിക്കും ഫഹദ് ഫാസിലിന്റെ വീട്ടുപേര് അതാക്കണം. എന്നിട്ട് സുലേഖ മൻസിലിൽ ഫഹദ് ഫാസിൽ എന്ന് വെച്ചിട്ട് പാച്ചു അബ്ദുൽ അത്ഭുത വിളക്ക് എന്നുള്ളത് സിനിമാ പേരും പറയണം. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് വിളിക്കുമ്പോ ശരിയാക്കാം ഷൈജേട്ടാ. ഒരുപാട് സന്തോഷം, വിളിച്ചതിൽ സന്തോഷം. പാച്ചു അത്ഭുത വിളക്കും എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടാ മൊത്തത്തില്. ഞാൻ എവിടെയാ നിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. എന്താ അത് കൊള്ളായിരുന്നു. യെസ്, അപ്പൊ അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയം. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഹലോ ഹലോ, ആരാണ്? ഞാൻ എബിൻ. ഏട്ടനോ? എബിൻ. എബിൻ. എബിൻ എന്താ ചെയ്യുന്നത്? എബിനെ ഞാൻ ഇവിടെ ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഒരു ട്രെയിനിങ് കൺസൾട്ടൻസിയിലാണ്. ഓ, ട്രെയിനറാണോ? ട്രെയിനറാണെന്ന് പറയും. ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള എന്തിന്റെ ട്രെയിനറാ? നമ്മള് ആക്ച്വലി പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് ട്രെയിനിങ്. ആർടിഎയിലാ? ആർടിഎയിൽ. അപ്പൊ അവിടെയുള്ള സ്റ്റാഫിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കും അല്ലെ? അത് വണ്ടി ഓടിക്കാനുള്ള ട്രെയിനിങ് ആണോ അതോ മറ്റവരെ ബിഹേവിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണോ? ഓടിക്കുന്നതും കൊടുക്കുന്നുണ്ട്, ബിഹേവിയറും കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എബിൻ ബായ് കൊടുക്കാം. എബിൻ വിളിച്ചാലേ ബായ് ഒക്കെ ഒരു സുഖമില്ല. ഏതാ അക്ഷരം എടുക്കുന്നേ? ബി എടുക്കണോ? ബി എടുത്തു. എബിൻ ബി ഒക്കെ കഴിഞ്ഞ്, എയും ബി ഒക്കെ കഴിഞ്ഞ്. എന്നാ സി എടുക്കാം. നമുക്ക് എടുക്കാം. എബിൻ കല്യാണമൊക്കെ കഴിച്ചോ? അതെ, കല്യാണം കഴിച്ചു. ഭയങ്കര ബഹുമാനം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചേ. അന്താക്ഷരിയാണ്, കുറെ ദിവസമായിട്ട് വന്നിട്ടില്ല സാധനം. അന്താക്ഷരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പാട്ട് കൊണ്ട് മഴ പെയ്യിക്കാൻ പോവാണ്. പാട്ട് പാടുന്നു. അവസാനം നിങ്ങൾ പാടി നിർത്തുന്നിടത്ത് അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഇങ്ങോട്ട് തരിക. അപ്പൊ ഞാൻ ആ അക്ഷരം വെച്ചിട്ട് ഞാൻ പാടും, എന്നിട്ട് ഞാനും അതേപോലെ ഒരു അക്ഷരം നിങ്ങൾക്ക് തരും. അപ്പൊ ആ അക്ഷരം തരുമ്പോ ആ തരുന്നതിന് മുമ്പ് നിങ്ങളടുത്താണുള്ളതെങ്കിൽ നിങ്ങൾ ഔട്ടാവും, എൻ്റെ അടുത്താണുള്ളതെങ്കിൽ ഞാൻ ഔട്ടാവും. 2 മിനിറ്റ് ആവുമോ? അതെ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ടിവിയിലെ ടൈമും നമ്മൾ ഇവിടുത്തെ ടൈമും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അത് നോക്കി പാടാൻ നിൽക്കേണ്ട, പണി കിട്ടും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇഷ്ടമുള്ളൊരു പാട്ട് അങ്ങോട്ട് പാടുക, കേക്കട്ടെ. പാട്. ഞാൻ തുടങ്ങി തരാൻ വേണമെങ്കിൽ തുടങ്ങി തരട്ടെ? ഭാര്യയുടെ അടുത്ത് മാറിയിരിക്കാൻ പറ. അവിടെ നിങ്ങൾ ഭയങ്കര ബഹുമാനത്തിൽ സംസാരിക്കുന്നു. അത് അക്ഷരം പറഞ്ഞ പിണങ്ങി എന്നല്ലേ വാക്ക്? അപ്പൊ പിണങ്ങിന്റെ പാ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരിക. അതെ. അപ്പൊ പാ എന്ന അക്ഷരം എടുത്തിട്ട് ഞാൻ പാടുന്നു. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണേ ഇന്നെനിക്കൊരു ദൂതു പോകാമോ? ദൂതു പോകാമോ? പാ. പഴന്തമിഴ് പാട്ടുകയും ശ്രുതി ഇതെവിടെയോ എഴുതുന്നുണ്ട്. മീറ്റി പഴയൊരു തമ്പുരു തേങ്ങിയാണോ നിരഞ്ജ? നീറ്റിയല്ലേ? മീറ്റിയല്ലേ? എന്തോ ആട്ടെ. ഏതാ അക്ഷരം? പായോ? താ അല്ലേ?
തിങ്കളേ പൂത്തിങ്കളേ നീ ഒളി കണ്ണെറിയരുതേ, ഒളി കണ്ണെറിയരുതേ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാ. ദിലീപ് ആ കാലിങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്ന എന്തിനു വേറൊരു സൂര്യോദയം പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം. മധുവസന്തം. അക്ഷരം പറ. എന്താണ് അക്ഷരം? വാ. വാൽ കണ്ണെഴുതിയ മകരനിലാവേ മാമ്പൂ മണമൊഴുകി മാനം തെളിഞ്ഞത് നൽ മനസ്സും വേണം കല്യാണം. കറുത്ത പെണ്ണേ അല്ല ഓക്കെ. അപ്പൊ നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞ ഇപ്പൊ ഇത് പിന്നെ വൈഫ് അടുത്തുണ്ടായിരുന്നു, അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കേട്ടോ. നല്ല പേടിയുണ്ട്. ഇങ്ങനെ പേടിക്കരുത് നമ്മള്. കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മതി വീട്ടിൻ്റെ അകത്ത്. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നാ നമുക്ക് അവരെ കണ്ണ് കാണുമ്പോഴാണല്ലോ ഈ പ്രശ്നം. നമ്മളെ കണ്ണിൽ ഭയം തോന്നാൻ പാടില്ല എപ്പോഴും. നമ്മളെപ്പോഴും അങ്ങനെ ഒരു ഇതായിട്ടുണ്ടാണ്. അപ്പൊ കുഴപ്പമില്ല എന്തായാലും. ഹലോ ആരാ? ശശിയേട്ടാ, എന്താ വിശേഷം? ശശിയേട്ടാ, ശശിയേട്ടൻ ഒരു പാട്ടിന്റെ ഗെയിം കിട്ടുന്നത്. ശശിയേട്ടൻ്റെ പാട്ട് ഇപ്പൊ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. മധുരം മലയാളം വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാട്ട് തരുവേ. അന്താക്ഷരി നിങ്ങൾക്ക് ഞാൻ അന്താക്ഷരി തരും. പക്ഷെങ്കിൽ ഓക്കെ. ഏതാ അക്ഷരം? ഏതാ? എൽ. നമുക്ക് മധുരം മലയാളം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും ഇത് തരുള്ളൂ. മധുരം മലയാളം കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പാട്ടുമാല തന്നെ വന്നത് അല്ലേ? ഏതാ? ഏതാ? ഇതല്ലേ? ഇതല്ലേ നിരഞ്ജൻ ഇപ്പൊ വന്ന എല്ലല്ലേ? പാട്ടുമാലയല്ലേ? പാട്ടുമാല. അപ്പൊ പാട്ടുമാല കറക്റ്റ് സാധനം വന്നേക്കണേ. അതല്ലേ, നിങ്ങൾ പുതിയ ആളായതുകൊണ്ടാ. ഒരു വാക്ക് തരും. ആ വാക്ക് എവിടെയെങ്കിലും വരുന്ന രീതിയിൽ ഒരു പാട്ട് പാടുക. അപ്പൊ ആ പാടുന്നതിൽ നിന്ന് ഞാൻ നമുക്ക് ഇങ്ങനത്തെ തന്നേടെ ശരിയാ. നിങ്ങളൊക്കെ ചില്ലായിട്ട് നിൽക്കുന്നു. മമ്മൂട്ടി 72ാമത്തെ വയസ്സിൽ ടെർബോ പോലത്തെ വണ്ടി എടുത്ത് ചടപട അടിക്കാനെല്ലാം പോകുന്നു. ഈസി ആയിട്ടുള്ളത് തരാം. അതായത് ഞാൻ ഒരു വാക്ക് തരും. ഈ വാക്ക് എവിടെയെങ്കിലും വരുന്ന രീതിയിൽ ഒരു ചെറിയ പാട്ട് പാടുക. അത് പാടുമ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു വാക്ക് എടുത്തിട്ട് വീണ്ടും തരും. അങ്ങനെ 7 പാട്ട് 2 മിനിറ്റ് കൊണ്ട്. സിമ്പിള്. 7 പാട്ട് ഫുള്ളൊന്നും പാടണ്ട. ഏകദേശം പാട്ട് കിട്ടിയാൽ മതി. പാട്ടായിരിക്കണം കേട്ടോ. ഇത് മറ്റേ ഇതാവരുത്. പിന്നെ ഞാൻ വലിയ ഗായകനാണല്ലോ. അല്ല, ഏകദേശം ഒപ്പിച്ച് കിട്ടിയാൽ മതി. നിങ്ങൾ ചേച്ചിക്ക് പാടിക്കൊടുക്കുന്നേ. ചേച്ചിക്ക് ഇടക്ക് പാടിക്കൊടുക്കുന്നില്ലേ? അതുപോലെ ചേച്ചിയും കേൾക്കട്ടെ. നിങ്ങളെ കഴിവ് പുറം ലോകം അറിയട്ടെ. കഴിവ് നമ്മളിത് മൂടി വെക്കാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. അല്ല, അതാണ് പറഞ്ഞേ. നമുക്ക് എപ്പോഴാ ഭാവി വരുന്നതെന്ന് അറിയില്ലല്ലോ. കോറസിന് വേണം ചേച്ചീനെയും കൂട്ടി നിർത്തിക്കോ. ഒരു പാട്ട് മത്സരം തന്നെ ആക്കിക്കളേ. ചേച്ചി പാടുവോ? ഞാനല്ല കണക്കന്നെ. രണ്ടും കണക്കാ. അത് കുഴപ്പമില്ല. അപ്പൊ മക്കള് പാടുമായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് വാക്ക് തരാം. 7 പാട്ടുകളാ പാടേണ്ടത്. ഞാൻ ഒരു ഫസ്റ്റത്തെ വാക്ക് അത് എവിടെയെങ്കിലും വന്നാ മതി ഈ വാക്ക്. മധുരം. 3 മിനിറ്റ് ഒന്നും ആക്കാൻ പറ്റൂല. ഇത് വീട്ടിൽ മെഷീൻ മാറ്റണ്ടേ. അപ്പൊ മധുരം. അത് തന്നെ. മധുരം ജീവാമൃത ബിന്ദു. ഇത് എന്താണ്? ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പറയലാണോ? അല്ല, മധുരം ജീവാമൃത ബിന്ദു. പാടിയല്ലോ. ഹൃദയം. അപ്പൊ ഹൃദയം. ഹൃദയ സരസിലേ പുഷ്പമേ ഇനിയും നിൻ കഥ പറയും. കണ്ടാ ഇപ്പൊ വരുന്നണ്ട. ഹൃദയം. പിന്നെ ഹൃദയം വേണ്ട. എന്നാല് ഞാൻ കഥ. ഇപ്പൊ എത്ര പാട്ടായി? കഥ പൈങ്കിളിയും 3 പാട്ടായി. കണ്ണുനീർ പൈങ്കിളിയും കാവേരി. എത്ര മതി? എന്നാ കാവേരി. 3 പാട്ടായി. കാവേരിപ്പൂന്തന്നലേ. കാവേരിപ്പൂന്തന്നലോ? അങ്ങനെ ഒരു പാട്ടുണ്ട്. നിങ്ങൾ ഇത് 65-ലെ 50-ലെ പാട്ടുണ്ട്. കാവേരിപ്പൂന്തന്നലേ. കാമമണത്തും തെന്നലേ. എന്നാ പിന്നെ തെന്നലെ 4 ഉണ്ടായി. 5ാമത്തെ തെന്നലെ. ഇത് ഏതാ സിനിമ? ഏതാ പാട്ട്? ലോകരഥവുമായി തെന്നലേ തെന്നലേ തേടി വന്നതാരണി. 5 അടുത്ത പ്രേമം. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ.
ചേച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് ആ ഇനിയുണ്ട്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻ കിടാവേ മാനെ മാൻ മാൻ മാനേ ശ്ശേ, correct മാനേ ആ, അറിയാണ്ടത്. വിളി കേൾക്കൂ. മാനേ അത് ഇതേതാ പാട്ട് നിങ്ങൾ പാടുന്നത്? വേറെ പാട്ട് വേറെ വഴിക്ക് പോയത്. അല്ലല്ല മാനേ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാനത്തെ അത് പാടിക്കൂടെ? അതാവുമ്പോ നിങ്ങളെ ടോണിന് കറക്റ്റ് പറ്റി കൊറേ ഉണ്ടല്ലോ. പുള്ളിമാനല്ല മയിലല്ല മധുരക്കാരി 8 9 ജയിച്ചു ഓൾറെഡി. കണ്ട നിങ്ങൾ വന്നപ്പോ നിങ്ങൾ പാട്ട് പാടാൻ കഴിയാന്ന് പറഞ്ഞു. ഇന്നനി നിങ്ങള് പാട്ട് പാടി പഠിപ്പിച്ചു. ഇനിയിപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇന്ന് കിടന്ന് നാളെ എണീക്കുന്ന വരെ നിങ്ങളെ മനസ്സിൽ മുഴുവൻ ഈ പാട്ടുകളായിരിക്കും. ഇങ്ങനെ മാനിന്റെ പാട്ടുകളായിരിക്കും ഇനി എല്ലാരും വീട്ടിൽ നിന്ന് എല്ലാം പാടാൻ പോണത്. അപ്പൊ എന്തായാലും പാടിക്കോ, ചിരിച്ചുകൊണ്ടിരുന്നോ, ചിരി നിർത്തണ്ട. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുക, നമുക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. താങ്ക് യു സോ മച്ച് ശശീന്ദ്രേട്ടൻ മിക്ക ദിവസങ്ങളിലും എൻ്റെ ഷോ ഉള്ള സമയത്തും 3 in 1-ലും നമ്മുടെ യുബിഎല്ലിന്റെ മറ്റു ഷോസിലും എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ടുള്ള ഒരാളാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? മേബിൻ. മേബിൻ, MEBIN. മേബിൻ. മേബിൻ എവിടെയാ? നാട്ടില് തൃശ്ശൂര്. മേബിൻ എന്തെങ്കിലും മീൻസ് ബോംബെ അങ്ങനെ എവിടെയെങ്കിലും ആയിരുന്നോ ചെറുപ്പത്തിലൊക്കെ? ചെറുപ്പത്തിലല്ല, ആഫ്റ്റർ മൈ സ്റ്റഡീസ്. എവിടെ സ്റ്റഡീസ് എവിടെയായിരുന്നു? സ്റ്റഡീസ് കേരളത്തിൽ നിന്ന് പുറത്തായിരുന്നു മാത്രമേ ഉള്ളൂ. അതെ. കേരളത്തിൽ ഇല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് ആ പേര് പറയുമ്പോ. മേബിൻ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തോ ഒരു കണക്ഷൻ പുറത്തുണ്ടെന്ന്. ഏതാ അക്ഷരം? എം ഇല്ല. എം കഴിഞ്ഞു. എൻ ഉണ്ട്. എന്താ ചെയ്യുന്നേ? ഇവിടെ ആക്ച്വലി ഒരു കമ്പനിയില് സൈനേജ് ഇൻഡസ്ട്രി അഡ്വർടൈസിംഗിൽ വർക്ക് ചെയ്യുന്നു. യെസ്, വെരി ഗുഡ്. അപ്പൊ ആക്കാപ്പ എന്നുള്ള ഗെയിമാണ് വെബിന് കിട്ടിയിരിക്കുന്നത്. എന്നതാ? ആക്കാപ്പ എന്ന് പറയുന്ന ഗെയിമില് ആക്കാപ്പ എന്നുള്ള 3 അക്ഷരത്തിൽ ഒരക്ഷരം മെബിന് തിരഞ്ഞെടുക്കാം. ഈ തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിലോ അവസാനം ആദ്യമോ, അതായത് ആ അക്ഷരം പറയാനേ പാടില്ല. നമ്മൾ തമ്മിൽ ഇനി സംസാരിക്കുമ്പോ 2 മിനിറ്റ് നേരം അത് ഏത് അക്ഷരം എടുക്കുന്നെന്ന് മെബിന് തീരുമാനിക്കാം. നമുക്കപ്പോ ആ എന്ന് പറഞ്ഞാൽ അം, കാ എന്ന് പറഞ്ഞാൽ കാക്ക കുക്കു കിർക്കം ഖ ഇക്ക വരെ പറയാൻ പാടില്ല. പായാണെങ്കിലും അതുപോലെ തന്നെ പാപ്പ പൂപ്പു പിർപ്പം പ ഇപ്പ പറയാൻ പാടില്ല. ഏതെടുക്കുന്നേ? പാ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാ എന്ന അക്ഷരം മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പിടിച്ച് പുറത്താക്കും. ഓക്കെ, റെഡി? ടൈം സ്റ്റാർട്ട് നൗ. തുടങ്ങി കഴിഞ്ഞു. അപ്പോ മെബിൻ ഫാമിലി എന്ത് ചെയ്യുന്നു? ഫാമിലി ഇവിടെ വർക്ക് ചെയ്യാണ്. പക്ഷെ ടിവിയുടെ വോളിയം കുറച്ചൊന്ന് കുറച്ചിട്ട്, അല്ലെങ്കിൽ അടുത്ത റൂമിൽ പോയാൽ അടിപൊളിയായിരിക്കും. കുറച്ചിരിക്കുന്നു. കുറച്ചോ? പറ്റിക്കാൻ വേണ്ടി പറയാൻ പാടില്ല കേട്ടോ. പറയുന്നത് കറക്റ്റ് ആയിരിക്കണേ. ഉറപ്പല്ലേ? അതെ. ഓക്കെ, അത് മതി. അപ്പൊ വൈഫ് എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞേ? എന്റെ കമ്പനിയിൽ തന്നെയാണ്. സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോ? അതെ. അപ്പൊ നിങ്ങൾ സ്വന്തം കമ്പനിയാണോ? അല്ല. അപ്പൊ പിന്നെ എങ്ങനെ? ഞാൻ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ. നിങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഒരേ സമയമാണോ പോകുന്നതൊക്കെ? അതെ. പോകുന്നതും വരുന്നതെല്ലാം ഒരുമിച്ച്? അതെ, ഞങ്ങൾ കമ്മ്യൂട്ട് ചെയ്യുന്നത് ഒരുമിച്ചാണ്. ഏതാണ്? ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഒരുമിച്ചാണ്. നിങ്ങൾ അല്ല, അതിന്റെ ഇടയിൽ എന്തോ പറഞ്ഞല്ലോ? കമ്മ്യൂട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ മീൻസ് നിങ്ങൾ ഓഫീസിൽ പോയാൽ ഈ ഭാര്യനെ തന്നെയാണോ കാണുന്നത്? ഓഫീസിൽ പോയാന്നുള്ള വാക്കിൽ പാണ്ട്. അപ്പൊ അതിനകത്ത് പാണ്ട്. നിങ്ങൾ ഓഫീസിൽ പോയാലും ഭാര്യനെ തന്നെ കാണുന്നേ? അല്ല, എന്നാലും നിങ്ങളുടെ ജീവിതം ഞാൻ ആലോചിക്കുന്നത്. വീട്ടിൽ വന്നാൽ ഈ ഭാര്യ, വണ്ടിയിൽ പോകുമ്പോ ഈ ഭാര്യ, വീട്ടിലെത്തി ഓഫീസിലെത്തിയാലും ഈ ഭാര്യ. ജീവിതം തന്നെ മടുക്കൂലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇയാള് കല്യാണം കഴിച്ചിട്ടില്ല? കഴിച്ചിട്ടുണ്ട്. അവള് ഷോ കാണുന്നില്ല, ഇന്ന് പുറത്തു പോയിരിക്കും. ഇന്ന് തന്നെ ആരെങ്കിലും കട്ട് ചെയ്ത് അയച്ചു കൊടുത്താൽ ഞാൻ നാളെ മുതൽ ഇവിടെ കിടന്നിറങ്ങണം. എനിക്കും എല്ലാവർക്കും ഉള്ള പോലത്തെ ഭാര്യയാണ് ഉള്ളത്. അതുകൊണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച്. പറയൂ, എന്തോ പറയാൻ വന്നു, പറഞ്ഞോ. ഞാൻ ആക്ച്വലി പറയാൻ വന്നെന്നുണ്ടെങ്കിലേ, ഇപ്പൊ എല്ലാരും പറയും മക്കളെ കെട്ടരുത് എന്ന്, കല്യാണം കഴിച്ചവര്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അല്ല, അത് അങ്ങനെ പറയുന്നത് അത് ഒരു പഴമൊഴിയായിട്ട് അങ്ങനെ കിടക്കുന്ന. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ചത് കംപ്ലീറ്റ് എന്റെ ആഫ്റ്റർ മാരേജ് ആണ്. ഞാൻ സൂപ്പറായിട്ട് ജീവിച്ചു തുടങ്ങിയത് ആഫ്റ്റർ മാരേജ് ആണ്.
നമ്മളൊരു കല്യാണം കഴിച്ച ഒരാൾ ഫാമിലി ആയിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് പുറത്ത് കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിന്റെ ഒരു 10 മടങ്ങ് കുറവായിരിക്കും ഇവിടെ ബാച്ചിലറായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന വാല്യൂ. ഇത് പലർക്കും അറിയില്ല. പക്ഷെ നമ്മളത് ഒരിക്കലും നമ്മൾ ഭർത്താക്കന്മാരായിട്ടുള്ള നമ്മൾ ഒരിക്കലും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ തുണി അലക്കി പാത്രം കഴുകി ഇതെല്ലാം വിരിച്ചിട്ട് ഇതെല്ലാം കിടക്ക വരെ വിരിച്ചാണ് കിടക്കണത്. ഇനി ഇതും കൂടി പറഞ്ഞാ പിന്നെ നമ്മൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വെക്കണത്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. ഒരുപാട് സംസാരിച്ചു, അങ്ങനെ നല്ലൊരു ആളുമായിട്ട് സംസാരിച്ചു. അടുത്ത ആളിനോട്. ഹലോ ഹലോ, ആരാണ്? എന്റെ പേര് ഷമൽ. കമൽ. ഷമൽ. ഷമൽ എവിടെയാ? നാട്ടില് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്? ഞാൻ പയ്യന്നൂർ. കാരണം ഈ ഷമൽ എന്നുള്ള പേരും ഈ ഒരു ഏരിയയിൽ മാത്രം കറങ്ങി വെക്കുന്ന പേരാ. അതെ. ഷമൽ പയ്യന്നൂർ എവിടെയാ? പയ്യന്നൂര് നീലേശ്വരം എവിടെയാ? നീലേശ്വരത്ത് അവിടെ തന്നെ, ടൗണിൽ തന്നെ. റെഡി. ഏതാ അക്ഷരം എടുക്കുന്നേ? ഓ എടുത്തോ. റെഡി. ഓ എടുക്കാം. ഷമൽ ഫാമിലി ആയിട്ടാണോ ബാച്ചിലർ ആയിട്ടാണോ? ഫാമിലിയാണ്. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് ടീച്ചറാണ്. വെരി ഗുഡ്. അപ്പൊ അന്താക്ഷരിയാണേ. അന്താക്ഷരി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ആരാണോ അവസാനം എത്തുന്നത് അയാൾ ഔട്ടാവും. റെഡി. ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പാട്ട് ഞാൻ ഷമലിന് വരുന്നു. ഷമൽ ഇഷ്ടമുള്ള പാട്ട് പാടിയിട്ട് അക്ഷരം എനിക്കിതാ. ഞാൻ കാത്തിരിക്കുന്നു. ഓക്കെ, പാടൂ. പാട്. പമ്പരം അറിയാമ്പിളി മയങ്ങൂ ആവാവൂ ചാംചക്കം ചാംചക്കം. അക്ഷരം എന്താ? ചാംചക്കം. നമ്മൾ ചാംചക്കം വാ. വെണ്ണിലാ കുമ്പിലേരാ പാടി എന്നുമീയേട്ടന്റെ ചിങ്കാരി ചായയാണോ? ചായയുടെ ചന്ദ്രചോലയിൽ. അയ്യോ, അങ്ങനെയല്ലത്. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ. അതിങ്ങനെയും അല്ലാന്ന്. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടി. എന്തെങ്കിലും കിടാവേ ഉറങ്ങി. ഒരക്ഷരം ഇങ്ങ് താ. ആയോ? ഏതാണ്? ഉറക്കമായ ഊവല്ലേ? ഉണ്ണികളെ എപ്പോഴും പാടുന്ന പാട്ടാ. എനിക്കിത് മടുത്ത്. ഒരു കഥ പറയാം, ഉയ് പുല്ലാങ്കുഴലിൻ കഥ പറയാം. പാതിരാപ്പുള്ളുണർന്നു അല്ലേ? ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ച് പാട്. ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന മതി. 4 പാട്ട് മിക്സ് ചെയ്താ പാടുന്നത്. സമയം കഴിഞ്ഞതുകൊണ്ട് ഔട്ടായി പോകുന്നതാണ്. പാട്ടിന്റെ പ്രശ്നം കൊണ്ടല്ല കേട്ടാ. ഓക്കെ, കുഴപ്പമില്ല. ഭാര്യ പാട്ട് പാടുവോ? അത്യാവശ്യം പാടും. പിന്നെ നിങ്ങൾ പാട്ട് പാടുവോ? ഞാൻ പാട്ട് പാടൂല, ആസ്വദിക്കും. നിങ്ങൾ പാട്ട് പാടുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഭാര്യ എങ്ങനെ പാടുന്നു ഞാൻ ഇപ്പൊ ഊഹിച്ചേനെ. അതിനാ ചോദിച്ചത് ഭാര്യ പാടുവോ. അപ്പൊ ഭാര്യ പാടുന്ന് പറഞ്ഞ് നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും സന്തോഷം ഷമിൽ. താങ്ക് യു സോ മച്ച്. ഭാര്യ വീട് എവിടെയാ? ഭാര്യ വീട് കൂത്തുപറമ്പ്. എന്റെ പൊന്നോ, നാട്ടിൽ എവിടെയും കിട്ടൂലേ? പയ്യന്നൊരു കൂത്തുപറമ്പ് ഇങ്ങനെയല്ലേ? പിടിക്കുമ്പോ പുളിങ്കൊമ്പന്നെ പിടിക്കണ്ടേ? അങ്ങനെ പിടിക്കാൻ പോയതാണോ അവിടെ? അങ്ങനെ പിടിക്കാൻ എന്നാലും എത്ര കിലോമീറ്റർ മോനെ? ഇന്ന് രാവിലെ പോയ വൈകുന്നേരം അല്ലേ വീട്ടിലെത്തുള്ളൂ? അതെ. അയ്യോ, ശരി എന്നാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിലെന്തെങ്കിലും സമ്മാനം കിട്ടുമോ? ഇതിലൊന്നും കിട്ടൂല. ചിലപ്പോ ഇന്ത്യൻ 2 കിട്ടും, ചിലപ്പോ. എനക്കറിയില്ല. ഇന്ത്യൻ 2-നെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ടാവും. നിങ്ങളത് കേട്ടിട്ട് പോകണ്ട. കാരണം ഇന്ത്യൻ 2 നിങ്ങൾ നാളെ OTT-യിൽ വരുമ്പോൾ എൻ്റെ ഒരു ബേസിക് ഞാൻ ചിന്തിക്കുന്നത്, ഇന്ത്യൻ 2 നാളെ OTT-യിൽ വരുമ്പോൾ നിങ്ങൾ കാണില്ലേ? ആ കാണാനുള്ള ടിക്കറ്റ് നമ്മൾ തരികയാണെങ്കിൽ നിങ്ങൾ പോയി കാണില്ലേ? ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാനുള്ള അവസരമല്ലേ നമ്മൾ തരുന്നത്. എന്തായാലും ഇന്ത്യൻ 2 കാണാണ്ടേ ഇരിക്കേണ്ട സാധ്യതയില്ലല്ലോ. വേറൊരാൾക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൂടാ. കളിക്കളം ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ പറയരുത് പ്ലീസ്. ഹലോ, ഹലോ, നമസ്കാരം. ആരാ?
ദീപേഷ്. ദീപേഷ് എവിടെയാ ദീപേഷ് നാട്ടില്? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാ? അയ്യന്തോൾ. അയ്യന്തോൾ. ഓക്കെ. ദീപേഷ്, നമുക്ക് ഒരു അക്ഷരം എടുത്തു കഴിഞ്ഞാൽ ആ അക്ഷരത്തിൽ ഏതാ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിം കളിക്കാം. ഇനി ബാക്കിയുള്ള അക്ഷരം EFHIJP. ജെ. ദീപേഷ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിലാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ആണോ അതോ പേഴ്സണൽ ഇൻഷുറൻസ് ആണോ? എല്ലാം ഉണ്ട് അല്ലേ. പാട്ടുമാലയാണ്, അതായത് ഞാൻ ഒരു വാക്ക് തരും, ആ വാക്കിൽ അധിഷ്ഠിതമായി നിങ്ങളൊരു പാട്ട് പാടുക. അതായത് ആ വാക്ക് എവിടെയെങ്കിലും വന്നാൽ മതി, പക്ഷെ മലയാളം പാട്ടായിരിക്കണം. അപ്പൊ ആ പാട്ട് പാടുമ്പോ ആ പാടുന്ന പാട്ടിൽ നിന്നും അടുത്ത വാക്ക് ഞാൻ തരും. അങ്ങനെ ഒരു 7 പാട്ട് മാലയായിട്ട് അങ്ങനെ പാടുക. നമുക്ക് എത്ര ടൈം ഉണ്ട്? 2 മിനിറ്റ് സമയം തരും. പാട്ട് ഫുള്ള് പാടണ്ട. മനസ്സിലായി? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്റെ മോനെ മരണ കോൺഫിഡൻസ് അല്ലോ. എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ. പുള്ളി ഭയങ്കര കോൺഫിഡന്റ്. ഞാൻ ഇത്രയും പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരാൾ നിൽക്കുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ട് തത്ത. തത്തമ്മ തത്ത. പോയില്ലേ? കോൺഫിഡൻസ് പോയില്ലേ? അത് പോയില്ലേ? പാട്. പേര്. തത്തക തത്തക. അവിടുന്ന് ഇപ്പൊ പാടുന്നത് എന്റെ കല്യാണ കേസിലുള്ള പാട്ടാണ് ഈ തത്തക തത്തക തത്തക. ആരോ പാടുന്നുണ്ടല്ലോ അത്. വേഗം 7 പാടണ്ടേ? അത് കഴിഞ്ഞില്ലേ? വേറെ പാടല്ലേ? അത് ആ പാട്ടിലെ പേരല്ലേ ഞാൻ തന്നേക്കണേ. അപ്പൊ അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് പാടിയിട്ട് എനിക്ക് ആ പേര് തരാണ്. ഇപ്പൊ ആ പേര് ഞാൻ എടുത്തതേ ആ പാട്ടുന്നാ. കണ്ണൻ എന്ന പേരിൽ. ഓക്കെ. രാജയോഗം. പേര് കണ്ണനെന്നു പേര്. വീണ്ടും പേരാണോ? അല്ല, തത്തമ്മ പേരല്ല. അത് കുഴപ്പമില്ല. ഞാൻ പേര് എന്നുള്ളതിന് അടുത്ത വാക്ക് പറഞ്ഞ പേരറിയ എന്താണ്? കണ്ണൻ എന്ന പേരിൽ. കണ്ണൻ. കണ്ണൻ വേണ്ട, കണ്ണൻ വേണ്ട. അടുത്ത ഒരു വാക്ക് പറഞ്ഞ നിരഞ്ജ. ഉയരം. ഉയരം ഉയരം ഉയരം. ഞാൻ ചെറിയ സമയം എക്സ്ട്രാ നിങ്ങൾക്ക് വരും. കംപ്ലീറ്റ് ആ ഒരു വന്നപാടുണ്ടായ ഞാൻ ഇപ്പൊ പാടി 7 പാടിയിട്ടരാ. എത്ര സമയം വേണ്ട? ആ സംഭവം എല്ലാം ഞാൻ തകർത്തെറിഞ്ഞണ്ട. ഇതാണ് നമ്മള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൂടി നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. ഞാനൊരു ഭയങ്കര സംഭവമാണ് ചേട്ടോ. എന്തോ ഉയരൊക്കെ പോയി. അടുത്ത തവണ നമുക്ക് വിളിക്കുമ്പോൾ ശരിയാക്കാം. ഇത് ആദ്യമായിട്ട് വിളിച്ചല്ലേ, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. സാറില്ല. ഹലോ. ഹലോ, എന്താ വിശേഷം? സുഖം. അപ്പോ ഏതാ അക്ഷരം? ബിനിതയല്ലേ? യെസ്. ഏതാ അക്ഷരം എടുക്കുന്നത്? 3-4 അക്ഷരം കണ്ടേ ബാക്കിയുള്ളൂ. പി. പി അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബിനിത പി ആണോ പേര് ശരിക്ക്? ബി. ബിനിതന്റെ ബി ആണ് ഇത്, പക്ഷെ പി ആണ് എടുത്തിരിക്കുന്നത്. ആക്കാപ്പയിൽ ഏത് അക്ഷരം എടുക്കും? പാ എന്ന അക്ഷരം എടുക്കുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. എനിക്ക് ബിനിതന്റെ ഒക്കെ വിശേഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയാം. നമ്മൾ ഇന്നും വിളിക്കുന്നു, സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഷോയിലൂടെ നമ്മൾ നല്ല പരിചയമുണ്ട്. ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ ബിനിതയെ പെട്ടെന്നൊരു ദിവസം കോൾ ചെയ്യാണ്. അപ്പോൾ ബിനിത എങ്ങനെയായിരിക്കും അവരോട് സംസാരിക്കുന്നുണ്ടാവുക? ഒട്ടും പരിചയമില്ല. ഇത്രയേ ഉള്ളൂ. ചിരിക്കുവോ? അല്ലാണ്ടൊന്നും പറയില്ലേ? അങ്ങനെയല്ല. ഇല്ല, ഉണ്ട്, ഇല്ല, അല്ല എന്നുള്ള വാക്ക് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു നിയമം ഉണ്ട് കേട്ടോ. അപ്പോൾ കാര്യം പറ, എന്ത് പറയും? അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാൾ വിളിച്ചാൽ എന്ത് ചെയ്യും? സംസാരിച്ചേ പറ്റൂ. സംസാരിക്കില്ല. അല്ല, ആള് വിളിക്കുന്നു, ആള് ഫോൺ ചെയ്യുന്നു, നിരന്തരമായി വിളിക്കുന്നു. എന്ത് ചെയ്യും? പറയേ. എന്ത് ചെയ്യാനാ? എന്താ ചെയ്യാന്നാ ഞാൻ ചോദിക്കുന്നത്. എന്ത് ചെയ്യും? ഏത് രീതിയിൽ പ്രതികരിക്കും? ബിനിതയെ വിളിച്ചോണ്ടിരിക്കുകയാണ്.
ഒന്നും ചെയ്യത്തില്ല. ഒന്നും ചെയ്യാണ്ടിരുന്ന ആൾക്കാർ വിളിക്കില്ലേ, ഇങ്ങനെ വെറുതെ ചുമ്മാ വിളിക്കില്ലേ പിന്നിലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. അയ്യോ, ആ പറ. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താ അറിയാത്തത്? അത് നമ്മൾക്കൊരാൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ വിളിക്കുന്നു, എന്ത് ചെയ്യും? സംസാരിക്കില്ല. ഫോൺ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റും? എത്ര പ്രാവശ്യം? 50 പ്രാവശ്യം വിളിക്കുന്നു. അങ്ങനെ ചോദിച്ചാല് 4 വട്ടമായി പറയുന്നത്. പറ. അറിയില്ല. ഒന്നും അറിയില്ല. വീട്ടിലാരടുത്തും പറയത്തില്ലേ? ഇത് ഫുള്ളില്ലാണ്. ചിലപ്പോ എന്നുള്ളതിൽ പാടുള്ളത് അറിയാവോ? മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി തന്നെ അല്ലായിരുന്നു. അല്ല പിന്നെ എന്റെ പണി എന്താ? ഇത് തോൽപ്പിക്കലാണ് എന്റെ പണി. തോൽപ്പിക്കലിലും പായുണ്ടായിരുന്നു, എന്നാലും ചിലപ്പോഴും പായുണ്ട്. ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്പർ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? വെരി സിമ്പിൾ ആയിട്ട് പോകാൻ വേണ്ടി ഞാൻ അടുത്ത സംഭവം ചോദിച്ചേനെ. ആ നമ്പർ ബ്ലോക്ക് ചെയ്യും, അതിനകത്ത് പായില്ല. ഞാൻ ഓർത്ത് അതിനകത്ത് ചിലപ്പം കാണുമായിരിക്കും. ആ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നില്ലെങ്കിൽ പായില്ല. എന്നാ പിന്നെ ഇനി ആരെങ്കിലും വിളിച്ച ബ്ലോക്ക് ചെയ്തേക്കാം. അത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. സന്തോഷം. ഓരോരാളെ തോപ്പിക്കാൻ ഞാൻ കാണിക്കുന്ന ഈ വികൃതികളുണ്ടല്ലോ, ഇത് വലിയ വില കൊടുക്കേണ്ടി വരും. ഹലോ. ഹലോ, നമസ്കാരം. ആരാണ്? എന്റെ പേര് ശരത്ത്. ശരത്തെ, എന്താ വിശേഷം ശരത്തെ? സുഖം. അങ്ങനെ നാട്ടിൽ പോകണ്ടോ ലീവിന്? നാട്ടിൽ പോകുന്നുണ്ട്. എപ്പോ പോകുന്നത്? ഞാൻ ഈ മാസം ലാസ്റ്റ് പോകും. ഈ മാസം ലാസ്റ്റ്. നാട്ട് കണ്ണൂരാ? നാട് കണ്ണൂര്. കണ്ണൂർ എവിടെ? കണ്ണൂര് ഇളയാവൂര്. ബേളാവൂരാ? ഇളയാവൂർ പഞ്ചായത്തിന്റെ അടുത്താ? ഇളയാവൂർ പഞ്ചായത്തിനൊക്കെ നേരെ ഇളയാവൂർ അമ്പലം. ഇളയാവൂർ പഞ്ചായത്തിന്റെ ഓപ്പോസിറ്റിൽ ഒരു കള്ള് ഷാപ്പ് ഉണ്ടല്ലോ, പഴയത്. ഇളയാവൂർ പഞ്ചായത്തിനടുത്ത് കള്ള് ഷാപ്പുണ്ടാ? ഇല്ലേ, അത് മുണ്ടയാടല്ലേ? മുണ്ടയാട് താഴെ ഇളയാവൂർ പഞ്ചായത്തിന്റെ അല്ലേ? മുണ്ടയാട് ഇറക്കം കഴിഞ്ഞിട്ട് കുറച്ച് താഴോട്ട് പോകുമ്പോ റൈറ്റ് സൈഡിൽ ഒരു വീട് പോലത്തെ കള്ള് ഷാപ്പില്ലേ? ശ്രദ്ധിച്ചില്ല, ഇനി പോകുമ്പോ ശ്രദ്ധിക്കാം. നിങ്ങളൊരു ഞാൻ കണ്ണൂർ ഇരുണാവാ. എന്റെ ചേച്ചിയെ കല്യാണം കഴിച്ച അവിടെയാ, നമ്മളെ മുണ്ടയാട്. മമതയില്ലേ? മമത സിനിമ നടി മമതയില്ലേ? മമതയുടെ അച്ഛന്റെ അനിയനാ കല്യാണം കഴിച്ചത്. അല്ല, സുരേഷ് പോലീസാണ്. ഓക്കെ, നമുക്ക് അക്ഷരത്തിലേക്ക് പോവാം. സുരേഷ് പോലീസ് അറിയാം? അതെ അതെ, അത് അളിയനാ. നമ്മളെ ഒരു ബന്ധം പോലെയാണ്. അയ്യോ ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. അക്ഷരം പറ. എച്ച്. ഓക്കെ, റെഡി. എച്ച് എന്ന അക്ഷരം എടുത്തിരിക്കുന്നു, നമുക്ക് നോക്കാം. എച്ച് എന്ന അക്ഷരത്തിൽ പോകുമ്പോൾ വന്നിരിക്കുന്നത് അന്താക്ഷരിയാണ്, പാട്ടുപാടലാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഏത് രീതി പോകുന്നറിയില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഏതാ? നിങ്ങളൊരു പാട്ട് പാടി തുടങ്ങിക്കോ. ഞാൻ തുടങ്ങിത്തരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട്. അപ്പൊ ഞാൻ തുടങ്ങുന്നു. ഏതാ നിരഞ്ജ ഒരു പാട്ട് പറഞ്ഞേ. പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ കണ്ണായിരം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ഞാറ്റുവേല കിളിയേ ഒരു പാട്ടുപാടി വരുമോ? കായല്ലേ? കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്. ലവൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. വെളുത്തപ്പെട്ടേൽ വരുത്തപേട്ടയിലാണ്. വരുത്തപ്പേട്ടയിൽ ഞാനൊരു വരുത്ത വാ ചമഞ്ഞേന് വരുത്തേല് നിർത്തി പുള്ളി, അതുകൊണ്ടാണ് വാല് പറയുമ്പം വെണ്ണിലവേ അത് തമിഴായിപ്പോയി. അയ്യോ. വേളിക്കു വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കണ്ണി നിലാവ് സിന്ദൂര സനീഷിന്റെ സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ സമയമിത പൂർവ സായാഹ്നം സായല്ലേ? നല്ല കളി. ഇനി അടുത്ത സായഹ്നം എനിക്ക് സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ
ഉണരൂ വേഗം നീ സുമറാണി സാ. ഏതാ? സുമറാണി സാ. ഇന്നീസ. ആ സമയമിതപൂർവ ഞാൻ ഇപ്പൊ പാടിയിട്ട് അങ്ങോട്ട് തന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും സമയം കഴിഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, കാണാം. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സനീഷ് ചാക്യാർ. സനീഷ് ചാക്യാർ. അതെ. അപ്പൊ സനീഷ് ചാക്യാർ വീഡിയോ കേട്ടുവരുന്നൊരു പേരാണല്ലോ. ഇത്രയൊക്കെ പോപ്പുലറായ എന്നെ പരിചയമില്ലെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു. ഓക്കെ, എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. ഇപ്പോഴും ചില ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് അല്ലെ ടിക്ടോക്കിൽ അതിനകത്തൊക്കെ വന്നിട്ട് നിങ്ങൾ ആ UBL ഷോ ചെയ്യുന്ന ആളാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സന്തോഷം. ഓക്കെ, സനീഷ് ചാക്യാർ തന്നെ അടിക്കണം, എന്നാലേ കിട്ടുള്ളൂ ഇൻസ്റ്റയിൽ. ഓക്കെ, താങ്ക് യു. പോയില്ലായിരുന്നു. ശരി, അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്ക്. എൻ്റെ വാച്ച് ഇതായി, ഓഫായി. അയ്യോ, 9:29. അപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ബ്രേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇന്ത്യൻ ടൂറിൻ്റെ ടിക്കറ്റ് ആയിരിക്കാമെന്ന് പറയാം. കാലിക്കറ്റ് ജംഗ്ഷൻ ഓൾറെഡി സമ്മാനം കിട്ടിക്കഴിഞ്ഞു. എനിക്ക് തരാനുള്ള ഇന്ത്യൻ ടൂറിൻ്റെ ടിക്കറ്റാണ്. ബാക്കിയുള്ള വിന്നേഴ്സ് എല്ലാം 800-825 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സമ്മാനം കളക്ട് ചെയ്യുക. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഗ്രീൻ ഒലി ബ്യൂട്ടി സലൂണിൻ്റെ സമ്മാനം ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ആമ്പർ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഈ ഇന്ത്യൻ ടൂറിൻ്റെ ഇപ്പം നറുക്കിട്ടെടുത്ത് തരാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രേക്ക്. യെസ് അപ്പോൾ റെഡി. ഞാൻ നന്നായി ഇളക്കിയിട്ടുണ്ട്. ഈസ് ഹെന്ന വിൻ ചെയ്തിരിക്കുന്നു. ഹെന്നക്ക് ഇന്ത്യൻ ടൂറിൻ്റെ ടിക്കറ്റ് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഒരാൾക്കും കൂടി കൊടുക്കണം. നന്നായി ഇളക്കിയിടാം, അതല്ലത്. ഹെന്നക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് എബിനാണ് രണ്ടാമത് സമ്മാനം കിട്ടിയത്. ഇന്ത്യൻ 2 കാണാനുള്ള ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. കമൽഹാസൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഇന്ത്യൻ 2 കാണാനുള്ള അൽഅമ്ര സിനിമയിൽ വെച്ച് കാണാനുള്ള ടിക്കറ്റാണ് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച കൃത്യം 8:30 to 9:30 കാണുന്നവരേക്കും ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ്, സൈനിങ് ഓഫ്. സനീഷ് ചാക്യാർ വിത്ത് മീ, നിരഞ്ജൻ, നിഷാദ് ക ആൻഡ് സച്ചുവേട്ടൻ ആൻഡ് റാഫി ആൻഡ് നിതീഷ്. റീച്ചിൽ